അങ്ങനെ നന്ദിനിയുടെ ചോദ്യത്തിനു മുന്നിൽ വിനായകൻ എല്ലാ സത്യങ്ങളും നന്ദിനിയോട് തുറന്നു പറയാണ്. തൊഴുതുകൊണ്ട് തന്നെ വിനായകൻ മാപ്പിരക്കുന്നുണ്ട്. ആ നേരത്ത് എല്ലാം മറക്കാനും ക്ഷമിക്കാനും നന്ദിനി തയ്യാറാവുന്നുണ്ട്. സ്വന്തം അച്ഛനെ പോലും ചതിച്ചുകൊണ്ട് തന്നെ വിനായകൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തതുകൊണ്ട് ഇനി തന്നോടും അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമോ എന്ന് പോലും നന്ദിനി ഭയക്കും. അങ്ങനെ സത്യമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം സുധാകരൻ മാഷും വിക്രമും തമ്മിലുള്ള ആ ഒരു പഴയ ബന്ധം അതുപോലെ തന്നെ ആവുന്നുണ്ട്. അപ്പോൾ കമലയും വേദയും കൂടി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയാണ്. കമല വേദയോട് പറയുന്നുണ്ട്, മോളെന്നോട് പറഞ്ഞതുപോലെ തന്നെ എല്ലാം നടക്കാൻ പോവുക. ഇപ്പോൾ മാഷും വിക്രമും തമ്മിൽ ആ ഒരു പഴയ അകൽച്ചയൊന്നുമില്ല. അന്നേരം തന്നെ വേദ സന്തോഷത്തോടു കൂടെ ചിരിച്ചുകൊണ്ട് കമലത്തിന്റെ നെറ്റിയിൽ ചന്ദനം തൊട്ടുകൊടുത്തു. അന്നേരം കമലം വേദയോട് പറയുന്നുണ്ട്, ഇത്തവണ വിക്രം മലയിൽ പോയി വന്ന് മാലയൂരി വ്രതം മുറിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുമോ മോളെ എന്ന്. ഇത് കേട്ടപ്പോൾ വേദക്ക് നാണം വരികയാണ്. വേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മനുഷ്യനൊന്ന് വിചാരിക്കുന്നു, ദൈവം മറ്റൊന്ന് തീരുമാനിക്കുന്നു എന്നല്ലേ, നമുക്ക് നോക്കാമെന്ന് പറയും. അന്നേരം മാഷും വിക്രമും അങ്ങോട്ടേക്ക് വരും. കമല ചോദിക്കുന്നുണ്ട്, എവിടെയായിരുന്നു ഇത്രയും നേരം രണ്ടുപേരും? അല്ല, എന്താ മാഷിന്റെയും വിക്രമിന്റെയും മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്? വേദ അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കി. അവർക്കിടയിൽ എന്തോ നടന്നിട്ടുണ്ടെന്ന് വേദക്ക് മനസ്സിലായി. അന്നേരം മാഷ് ചോദിച്ചു, താൻ വിളക്കൊക്കെ കൊളുത്തിയോ എന്ന്. അല്ല, മറ്റുള്ളവരൊക്കെ എവിടെ പോയി? കമല പറയുന്നുണ്ട്, നന്ദിനിയും വിനായകനും അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ വിശ്വനും ശ്രീജയും കൂടി അപ്പുമോളെ കൂട്ടിക്കൊണ്ട് എന്തൊക്കെയോ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയി എന്നൊക്കെ പറയും. മാഷ് തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. ആ നേരം വേദ വിക്രമിനെ എങ്ങോട്ടേക്ക് വിളിപ്പിക്കും. നിങ്ങൾ എങ്ങോട്ടേക്കൊന്ന് വന്നേ എന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ കൂട്ടിക്കൊണ്ടു പോവാണ്. വിക്രം വേദയുടെ കൂടെ പോയി. അന്നേരം അവർ ഒഴിഞ്ഞു നിൽക്കുന്ന സമയത്തിന് വേദ ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു അച്ഛനും മകനും തമ്മിലുള്ളൊരു സംസാരം? വിക്രം വേദയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അച്ഛനെല്ലാം അറിഞ്ഞു. വിക്രം പറയുന്നുണ്ട്, അതേ വേദ, അച്ഛനെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. എനിക്കെല്ലാം അറിയിക്കേണ്ടി വന്നു. അന്നേരം വേദ ചോദിക്കുന്നുണ്ട്, എന്തറിഞ്ഞെന്ന്? അന്നേരം വിക്രം പറയുന്നത്, ഞാൻ അന്ന് ചെയ്യാത്ത കുറ്റത്തിനാണ് ജയിലിൽ പോയതെന്നും അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് ആ ഒരു കുറ്റം ഏറ്റെടുത്തത് എന്ന കാര്യം എനിക്ക് പറയേണ്ടി വന്നു. ഇത് കേട്ടപ്പോൾ വേദക്ക് നന്നായിട്ട് തന്നെ സന്തോഷം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു മഞ്ഞുരുകിയല്ലേ? എനിക്ക് പഴയ സുധാകര മാഷിനെയും വിക്രത്തിനെയും ഇനി കാണാലോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ മറ്റൊരു വിക്രമായിരിക്കുമെന്ന്. ഇപ്പം എല്ലാം സത്യമായില്ലേ? ഇനി നിങ്ങൾക്കിടയിൽ സന്തോഷം മാത്രം മതി എന്നൊക്കെ പറയും. അന്നേരം വിക്രം ചിരിച്ചുകൊണ്ട് തന്നെ വേദയെ നോക്കി പറയുന്നുണ്ട്, അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചു. എൻ്റെ പൊന്നു മോനെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് തന്നെ എന്നോട് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ എൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. ഒരിക്കലും എന്നെ അച്ഛൻ ചേർത്ത് പിടിക്കുമെന്നോ എന്നോട് അച്ഛൻ സ്നേഹത്തോടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്നോ എന്നെങ്ങനെ വാരിപ്പുണരുമെന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല. എല്ലാത്തിനും കാരണം നീയാണ്, നിന്റെ വാക്കുകളാണ്. അച്ഛനെ കൊണ്ട് ഇതെല്ലാം ചിന്തിപ്പിച്ചത് നിന്റെ വാക്കുകളാണെന്നൊക്കെ പറയാട്ടോ വിക്രം. വേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ വാക്കുകളിലെ അർത്ഥം അച്ഛന് മനസ്സിലായി. നിങ്ങളോടുള്ള അച്ഛൻ്റെ പെരുമാറ്റം കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു അച്ഛൻ്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന്. എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ? ഇനി മലക്ക് പോയിട്ട് വരുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു സർപ്രൈസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഞാൻ. വിക്രം ചിരിച്ചുകൊണ്ട് വേദയെ നോക്കി. അപ്പോഴേക്കും കമലയമ്മയും ശ്രീജയും എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവാനായി വിളിക്കും. വിനായകനും നന്ദിനിയും മിണ്ടാതെ നിൽക്കുകയാണ്. വേദ ചോദിക്കുന്നത്, എന്താ നന്ദിനിയേട്ടത്തിയുടെ മുഖം വല്ലാതെ വാഴ്ത്തിയിരിക്കുന്നല്ലോ, എന്ത് പറ്റി? അന്നേരം വിനായകനൊന്നും മിണ്ടുന്നില്ല. എല്ലാവരും വണ്ടിയിലേക്ക് കയറാണ്. വേദ വിനായകനോട് ചോദിച്ചു, എന്താ വിനായകേട്ട, രണ്ടുപേരുടെ മുഖത്ത് സന്തോഷമൊന്നുമില്ലല്ലോ? വിനായകൻ വേദയോട് പറയുന്നുണ്ട്, എനിക്ക് എല്ലാ സത്യങ്ങളും നന്ദിനിയോട് തുറന്നു പറയേണ്ടി വന്നു എന്ന്. അച്ഛനും വിക്രമും തമ്മിൽ സംസാരിക്കുന്നത് നന്ദിനി ഒളിഞ്ഞു നിന്ന് കേട്ടു. എന്നിട്ടത് എന്നോട് വന്ന് ചോദിച്ചു. എൻ്റെ സംസാരം കേട്ടപ്പോഴാണ് ഞാനാണ് തെറ്റുകാരനെന്ന് അവൾക്ക് മനസ്സിലായി. പിന്നെ എനിക്കൊന്നും തന്നെ അവളിൽ നിന്നും ഒളിച്ചു വെക്കാനൊന്നും കഴിഞ്ഞില്ല. എല്ലാം എനിക്കവളോട് തുറന്നു പറയേണ്ടി വന്നു എന്നൊക്കെ പറയണേ. അന്നേരം വേദ പറയുന്നുണ്ട്, അതേതായാലും നന്നായി. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ വണ്ടിയിലങ്ങ് കയറി. തമാശയും പാട്ടും കളിയും ചിരിയുമായി അവരങ്ങനെ യാത്ര തുടങ്ങാണ്. മാഷ് വിക്രത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ താൻ വിക്രത്തിനെ അവഗണിച്ചതും ചെയ്യാത്ത കുറ്റത്തിന് അധിക്ഷേപിച്ചതിനും നാണം കെടുത്തിയതും ഒറ്റപ്പെടുത്തിയതുമെല്ലാം തന്നെ മാഷിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. വിക്രത്തിന്റെ മനസ്സിലാവട്ടെ അച്ഛൻ തന്നോട് കാണിച്ച ആ ഒരു സ്നേഹം മായാതെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു സന്തോഷം വിക്രമിന്റെ ഉള്ളിലും നിറയുന്നുണ്ട്. ഇതിനെല്ലാം കാരണക്കാരി വേദയാണെന്ന് മനസ്സിലാക്കി വിക്രത്തിന് അവളോട് വല്ലാത്തൊരു സ്നേഹവും തോന്നും. വിക്രം അവളെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം വേദ ചോദിച്ചു, എന്തു പറ്റി, നിങ്ങളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കും. വിക്രം പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല. വിക്രമിന്റെ മനസ്സിൽ പ്രണയവും സന്തോഷവും സങ്കടവും ഒക്കെ ഇടകലർന്നൊരവസ്ഥയായിരുന്നു. വിക്രത്തോടുള്ള പ്രായശ്ചിത്തം എങ്ങനെ ചെയ്തു തീർക്കണമെന്നറിയാതെ സുധാകരൻ മാഷിന്റെ മനസ്സ് വേദനിച്ച് പിടയുന്നുണ്ട്. ഇത്രയും കാലം മകനോട് ചെയ്തത് വലിയൊരു പാപമാണെന്ന് മാഷ് വിശ്വസിച്ചു. അങ്ങനെ അവർ മറ്റൊരു ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. അവിടെ എത്തി മാഷ് ശയന പ്രദക്ഷിണം വെക്കുകയാണ്. സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ നന്ദിനി, വിനായകനും വേദയും വിക്രമും ആ ഒരു സന്തോഷ നിമിഷത്തിലായിരുന്നു.
ഇത് വിക്രത്തിനോടുള്ള പ്രായശ്ചിത്തമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. വേദ വിക്രമിനോട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രായശ്ചിത്തമാണ് അച്ഛനെ ചെയ്യുന്നത്. വിക്രം നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിൽക്കാണ്. പ്രദക്ഷിണം കഴിഞ്ഞ് മാഷ് കിടക്കുമ്പോൾ വിക്രം വന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. അച്ഛൻ മകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് കണ്ട് വിക്രത്തിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ മാഷ് അവനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്നാണ് മാഷ് എല്ലാവർക്കും മുന്നിൽ അങ്ങ് കുഴഞ്ഞു വീഴുന്നത്. എല്ലാവരും പേടിച്ച് മാഷിനെ വിളിക്കുന്നത്. മാഷാണെങ്കിൽ വിക്രം വിക്രം എന്ന് മാത്രം ഇങ്ങനെ നിർത്താതെ വിളിച്ചുകൊണ്ടിരിക്കും. വിക്രം കരഞ്ഞുകൊണ്ട് ചോദിച്ചു, അച്ഛാ എന്താ അച്ഛാ പറ്റിയത്? വിക്രത്തിന്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മാഷ് പറയുന്നുണ്ട്, മോനെ എന്നോട് ക്ഷമിക്കടാ മോനെ, ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മാഷ് ഭയങ്കര കരച്ചിലായിരിക്കും. അങ്ങനെ പെട്ടെന്ന് മാഷിന്റെ ബോധം അങ്ങ് പോവാണ്. കമല കരഞ്ഞുകൊണ്ട് മാഷയെന്ന് വിളിച്ചു. വിശ്വനും ശ്രീജയും നന്ദിനിയും വിനായകനും എല്ലാവരും പകച്ചു നിൽക്കാണ്. വേദ ഉടനെ തന്നെ പറഞ്ഞു, അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാമെന്ന്. വിക്രം അച്ഛനെടുക്ക്. വിക്രം മാഷിനെ കൈകളിലേക്ക് കോരിയെടുത്തു. അങ്ങനെ വിക്രം ക്ഷേത്രനടയിലൂടെ അച്ഛനെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് ഓടാണ്. ആശുപത്രി വരാന്തയിലൂടെ വിക്രം മാഷിനെ എടുത്തു പൊക്കി കിതച്ചുകൊണ്ട് ഓടി. സ്ട്രെച്ചറിലേക്ക് മാഷിനെ കിടത്തുമ്പോൾ വിക്രമിന്റെ ഷർട്ടിൽ അച്ഛന്റെ കണ്ണുനീരും വിയർപ്പും പറ്റിപ്പിടിച്ചിരുന്നു. ഡോക്ടർമാർ മാഷിനെ എമർജൻസി വാർഡിലേക്ക് മാറ്റിയതും പുറത്ത് എല്ലാവരും തന്നെ ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുകയാണ്. കമല ദൂരെ ഒരു തൂണിൽ ചാരിയിരുന്ന് വിങ്ങി പൊട്ടി കരയുന്നുണ്ട്. ശ്രീജയും വിശ്വനും അവരെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എങ്കിലും എല്ലാവരുടെയും കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. വിക്രം ആ ഒരു വാതിലിന് മുന്നിൽ നിന്നങ്ങ് തകർന്നു പോയി. വല്ലാത്തൊരു കുറ്റബോധം വിക്രമിന്റെ ഉള്ളിൽ നീറുന്നുണ്ടായിരുന്നു. താൻ സത്യങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞതുകൊണ്ടാണോ അച്ഛന്റെ മനസ്സ് തകർന്നു പോയത് എന്ന ചിന്ത അവനെ വല്ലാതെ വേട്ടയാടി. നന്ദിനിയും വിനായകനും ഒരു റൂമിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. വിനായകന്റെ ഉള്ളിൽ താൻ ചെയ്ത തെറ്റുകളുടെ ഭാരം ഒരു മല പോലെ തന്നെ ഉയർന്നു. ഈ അവസ്ഥക്ക് ഒരു പരിധിവരെ കാരണം താനല്ലേ എന്നൊരു തോന്നൽ അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കി. വേദ വിക്രത്തിനരികിലേക്ക് ചെന്ന് നടന്നു. അവന്റെ തോളിൽ പതുക്കെ കൈവച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു, വിക്രം ധൈര്യമായിട്ടിരിക്കെ, അച്ഛനൊന്നും തന്നെ സംഭവിക്കില്ല. ആ മനസ്സ് നിറയെ ഇപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം മാത്രമാണ്. ആ സ്നേഹം അച്ഛനെ തിരിച്ചു കൊണ്ടുവരും. വിക്രം ഒന്നും മിണ്ടിയില്ല. പകരം വേദയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. കുറച്ചു സമയത്തിന് ശേഷം ഡോക്ടർമാർ പുറത്തേക്ക് വന്നു. എല്ലാവരും വെപ്രാളത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന് ചുറ്റും കൂടി. ഡോക്ടർമാർ ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, പെട്ടെന്നുണ്ടായ മാനസിക സമ്മർദ്ദം കാരണം BP കൂടിപ്പോയതാണ് എന്ന്. ഒരു ചെറിയ സ്ട്രോക്കിന്റെ ലക്ഷണമുണ്ടായിരുന്നുവെങ്കിലും ഭാഗ്യത്തിന് നിങ്ങൾ കൃത്യസമയത്ത് എത്തിച്ചതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇത് കേട്ടതോടുകൂടി തന്നെ എല്ലാവരുടെയും മുഖത്ത് ഒരു ശ്വാസം പടർന്നു. കമല കൈകൂപ്പി ദൈവത്തിന് നന്ദി പറഞ്ഞു. മാഷ് അങ്ങനെ സുധാകര മാഷിന് ബോധം വന്നപ്പോൾ വിക്രമിനെ മാത്രമാണ് അദ്ദേഹം അടുത്തേക്ക് വിളിപ്പിച്ചത്. വിക്രം അച്ഛന്റെ അരികിൽ ചെന്നിരുന്ന് ആ കൈകൾ പിടിച്ചപ്പോൾ മാഷ് പതുക്കെ കണ്ണു തുറന്നു. എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, മോനെ എനിക്ക് നിന്റെ വ്രതം മുടങ്ങുന്നത് കാണാൻ പറ്റില്ല. നീ മലക്ക് പോവണം. മാലയിട്ട് പൂർത്തിയാക്കിയിട്ട് എല്ലാം ചെയ്ത് നീ തിരിച്ചു വരണം. നിന്റെ അച്ഛൻ ഇവിടെ സുരക്ഷിതനായിട്ടുണ്ടാവും. വിക്രം അച്ഛന്റെ നെറ്റിയിൽ അച്ഛനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഉമ്മ വെച്ചു. അന്ന് ആശുപത്രി മുറിയിൽ പുതിയൊരു പവിത്രം പിറക്കുകയായിരുന്നു. എല്ലാവരുടെയും ഉള്ളിലെ പകയും വിദ്വേഷവും പെയ്തൊഴിഞ്ഞ പോലെ ഒരു തെളിഞ്ഞ ആകാശം പോലെയായി മാറി. അങ്ങനെ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് അടിപൊളി സൂപ്പർ എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.